പള്ളുരുത്തി അഴകിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ പോലീസ് സ്റ്റേഷൻ പറയെടുപ്പ് ആഘോഷപൂർവ്വം കൊണ്ടാടി. ആചാരപ്രകാരം നടത്തപ്പെടുന്ന പറയെടുപ്പിന് DCP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി. നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരത്തിന്റെ ഭാഗമായാണ് ഭഗവതിയെ സ്റ്റേഷൻ പരിസരത്തേക്ക് എഴുന്നള്ളിച്ച് പറയെടുപ്പ് നടത്തുന്നത്. പള്ളുരുത്തി അഴകിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള പോലീസ് സ്റ്റേഷൻ പറയെടുപ്പിൽ ഉദ്യോഗസ്ഥർ ആഘോഷമായാണ് പങ്കുചേരുന്നത്. നമ്മളുടെ ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്ന് രാജഭരണകാലത്തും നടന്നു വന്നിരുന്ന ഒരു ആചാരമാണ്. ആ ആചാരം പിന്നീട് വന്ന എല്ലാ കാലത്തെയും പോലീസ് ഓഫീസർമാർ അത് തുടർന്നു വരികയും ഇന്നേ കാലം വരെ മുറ തെറ്റാതെ അത് അനുഷ്ഠിച്ചു പോരുകയുമാണ് ചെയ്യുന്നത്. ദേവിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്നതാണ് പറയപ്പെടുന്നത്. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ഒരു കുടുംബത്തിലുള്ള ഒരു ആഘോഷം പോലെയാണ് ഇത് കരുതുന്നത്. രാജഭരണകാലത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന കച്ചേരിയിൽ പറ നൽകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. കച്ചേരി പിൽക്കാലത്ത് പോലീസ് സ്റ്റേഷനായി മാറിയപ്പോഴും പറയെടുപ്പ് മുടക്കിയില്ല. അതോടെ പോലീസ് സ്റ്റേഷൻ പറ വലിയ ഉത്സവ ചടങ്ങായി മാറി. ആദ്യം നെല്ല്, അരി, അങ്ങനെ ഉണക്കമുന്തിരി, അവില്, മലര്, പഴം, ശർക്കര, കൽക്കണ്ട, അങ്ങനെ 13 ഐറ്റമാണ് മഞ്ഞൾ ഉൾപ്പെടെയായിട്ട്. അത് നമ്മൾ ആദ്യത്തെ പറ നമ്മൾ അളക്കും. രണ്ടാമത്തെ ദേവസ്വം ബോർഡ് റെസിപ്റ്റ് എഴുതി ആണ് ഇത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ 10ാമത്തെ പറയാണ് ഇപ്പോൾ ഈ സ്റ്റേഷനിൽ തന്നെ. 10 വർഷത്തോളമായി പറ അളക്കുന്നത്. മാറ്റം വന്നെങ്കിലും ഇങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് വന്ന് വിട്ടുപോകുന്ന ഓരോ ചാർജുമായിട്ട് വന്നു. 6000-7000 പേർക്ക് ഇന്ന് ഒരു അന്നദാനം ഉണ്ടായിരുന്നു. ക്ഷേത്ര ഇതിൻ്റെ ചടങ്ങോടനുബന്ധിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനും പറയായിട്ട് ഒരു 7000 പേരുടെ സദ്യ ഉണ്ടായിരുന്നു. അന്നദാനമായിട്ട് നമ്മൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടു പോരുന്നു. കോവിഡ് സമയത്ത് മാത്രമേ നമ്മളത്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത് വിവിധ സ്റ്റേഷനുകളിലേക്ക് മാറിപ്പോയ ഭൂരിഭാഗം പോലീസുകാരും സ്റ്റേഷൻ പറയെടുപ്പിൽ പങ്കുചേരുവാനായി ഈ ദിവസം എത്തിച്ചേരുന്നതും ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുന്നു. ജാതി മത ഭേദമന്യേ ഒരു കൂട്ടായ്മയുടെ സംരംഭമാണ്. അതുകൊണ്ട് നമ്മൾ പണ്ട് മുതലേ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയവരെല്ലാവരും ഒത്തുചേർന്ന് ഒരു കുടുംബം പോലെ കൂട്ടായ്മയായി നടക്കുന്ന ഒരു സംരംഭം. ഇവിടെ 3 വർഷം ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഒരു വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ ആയിരുന്നു നമ്മളെല്ലാവരും കൂട്ടായ്മയോടെ. ഇത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും സന്തോഷവും ആഗ്രഹവും. വളരെയധികം സന്തോഷമുണ്ട്. ദേവിയുടെ മണ്ണിൽ നിൽക്കുന്ന സമയത്തോളം പറ കൂടുന്നില്ല. അടുത്ത വർഷം പോകുമെന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ അനുഭവമാണ്. ഇത്രയും കൊല്ലം 22 കൊല്ലം സർവീസ് ഉണ്ടെങ്കിലും ആദ്യത്തെ അനുഭവമാണിത്. ഇപ്പോൾ ഇവിടുന്ന് പോയവരാണെങ്കിൽ പോലും അടുത്ത വർഷം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വന്ന് പങ്കെടുക്കുന്നുണ്ട്. കാവിലമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമെന്ന്. പിൽക്കാലത്ത് ആഭ്യന്തര വകുപ്പ് സ്റ്റേഷൻ പറയെടുപ്പിന് അനുമതിയും നൽകി. ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലുള്ള 3 സ്റ്റേഷനുകളിലും പറയെടുപ്പ് നടക്കാറുണ്ട്. പള്ളുരുത്തി ട്രാഫിക് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ആദ്യ പറയെടുപ്പ്. തുടർന്ന് പഴയ പോലീസ് സ്റ്റേഷൻ നിലനിന്നിരുന്ന കെട്ടിടത്തിന് മുന്നിലും ഒടുവിൽ കസബ പോലീസ് സ്റ്റേഷന് മുന്നിലും പറയെടുപ്പ് നടന്നു. വർഷങ്ങളായി പള്ളുരുത്തി അഴകിയ ക്ഷേത്രത്തിലെ ഗവൺമെന്റ് സർക്കുലർ പ്രകാരം പള്ളുരുത്തി സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു വിഭാഗമായ പള്ളുരുത്തി ട്രാഫിക്കിലും സ്റ്റേഷൻ പറ കൊടുക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ജാതിമത വർഗ ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമ എല്ലാ പോലീസ് സേനകളും എല്ലാ മതത്തിലുള്ള എല്ലാ സേനകളും ഒരുപോലെ വളരെ ഐക്യത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണിത്. ആചാരപ്രകാരം നടക്കുന്ന പറയെടുപ്പിന് DCP അശ്വതി ജിജി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പറയെടുപ്പ് ദിവസം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ നാടൻപാട്ട്, ഗാനമേള, മറ്റു കലാപ്രകടനങ്ങൾ എന്നിവ ചടങ്ങുകൾക്ക് കൂടുതൽ മനോഹാരിത നൽകി. 20 വർഷമായിട്ട് ഇവിടെ സഹായിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ എന്ത് പറയുന്നു ഈ സ്റ്റേഷൻ പറ നടക്കുന്നു? ഞാൻ കളഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചെടുത്തേക്കണേണ്. ഇപ്പൊ ഞാൻ മെയ് 14 കയറിയതാണ്. എത്ര വർഷമായി ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ? 22 വർഷമായി. 22 വർഷമായി. ഈ 22 വർഷം സ്റ്റേഷൻ പറയുമായിട്ടൊക്കെ സഹകരിച്ചു പോകുന്നതല്ലേ? ഒരു വർഷം സഹകരിച്ചിട്ടില്ല. അമ്മ മരിച്ചിട്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.